രാവിലെ ഒരു റൈഡിന് പോകാൻ ജാക്കറ്റ് എടുത്തിട്ടപ്പോൾ തന്നെ മനസ്സിലായി പണിയായെന്ന്. എന്തായാലും തിരിച്ചു വന്ന് ജാക്കറ്റൊക്കെ ഊരി ഒന്ന് പരിശോധിച്ചപ്പോഴാണ് അകത്തെ റബ്ബർ പാഡിങ് മുഴുവൻ ഹവ അങ്ങനുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ജോയിൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള റബ്ബർ പാഡിങ്ങാണ്. അത് മുഴുവൻ പൊടിഞ്ഞ് ഈ പരുവായി. എപ്പടി ഇരുന്ന ഞാൻ ഇപ്പടി ആയിട്ട് ഉണ്ടാ. ഇനി ഇതായിട്ട് വാങ്ങിക്കാൻ കിട്ടുമോ എന്നുള്ള അന്വേഷണം ആരംഭിക്കും. ഈ ഭാഗത്തേത് പോയി ഷോൾഡർ ഭാഗത്തേത് ഞാനെടുത്ത് കളഞ്ഞിട്ടുണ്ട്. നാലിടത്താണ് ആക്ച്വലി ജാക്കറ്റിന് വരുന്നത് ഈ റബ്ബർ പാഡിങ്. ഒന്ന് ഈ ഒരു ഏരിയ നമ്മുടെ കൈമുട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഇത് ഷോൾഡർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അങ്ങനെ രണ്ട് കയ്യിലും വരും. ഒന്നിവിടെ വരും, ഇതിപ്പോൾ തിരിച്ചിട്ടേക്കുക ഈ കൈ. ഒന്നിവിടെ വരും, ഒന്ന് ഇവിടെ വരും. ഈ ഭാഗം നല്ല ജാക്കറ്റായിരുന്നു, ഒരുപാട് ഇഷ്ടമുള്ള ജാക്കറ്റായിരുന്നു. കുറച്ച് വെയർ ആൻഡ് ടയറൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. ഇവിടെയും റബ്ബർ പാഡിങ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ പുറത്ത് സ്റ്റിച്ചിങ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ബാക്ക് സൈഡാണ് ജാക്കറ്റിൻ്റെ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എടുത്ത് കളയാം. ഈ ഭാഗത്ത് ഉള്ളിലുള്ളത് നമുക്ക് എടുത്ത് കളയാം. നമുക്ക് തിരിച്ചിടാം. ഒറ്റക്കൈ കൊണ്ടുള്ള പരിപാടി ഇച്ചിരി ടാസ്ക്കാണ്. മുഴുവൻ പൊടിഞ്ഞ് ഇതൊരു വെൽക്രോയാണ്. അതായത് ഈ പാട് പോയാൽ മാറ്റിയിടാൻ വേണ്ടിയിട്ട് വെൽക്രോ വെച്ചൊരു പൗച്ച് പോലാക്കി. കിടക്കണം കിടപ്പ് എന്താ. ഇവിടെയും ഒരെണ്ണം വരുന്നതാണ്. അതായത് വീണ നമ്മുടെ റിബ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഭാഗമാണ്. ബാക്കിൽ ഇതൊരു പാഡിങ് ഉണ്ട്, ബാക്ക് സൈഡിൽ ഏറ്റവും ഔട്ടർ സൈഡിലൊരു പാഡിങ് ഉണ്ട്. ഇന്നർ സൈഡിലും ഒരു പാഡിങ് ഉണ്ട്. ഇതിനകത്ത് ഇത്രയും സൈസ് ഒരു സ്റ്റിച്ച് കാണാമല്ലോ. അപ്പോൾ ഇതിനെയും തപ്പി കണ്ടുപിടിക്കണം.
അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ കാണാം. ബൈ.